ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും മഹത്വം ഉണ്ടാവട്ടെ. ഇന്നീ സന്നിധിയിൽ മാതാവിൻ്റെ ഉടമ്പടി സാക്ഷിയായി എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഇവിടെ ഉയർത്തിയതിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഹീര. ചൊണങ്ങംവേലി സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതെൻ്റെ ജൂനിയേഴ്സാണ്. ഞാൻ KG കോളേജ് ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂരിൽ നിന്ന് പാസ് ഔട്ടായ വിദ്യാർത്ഥികളാണ്. സിയ, അനഘ, അരുന്ധതി, ഇവരുടെ പേര് ഇതൊക്കെയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഫസ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഒന്നും അറിയില്ലായിരുന്നു. ചുമ്മാ ജസ്റ്റ് അമ്മയുടെ കൂടെ വന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. അപ്പോൾ എല്ലാവരും ഇത് തന്നെ പറയുന്നതുകൊണ്ട് എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. ഞാൻ അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പത്രം ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ നീ അങ്ങനെ പ്രാർത്ഥിക്ക്, അപ്പോൾ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് നാണക്കേടാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തമിഴ്നാട്ടിൽ എങ്ങനെ അവരുടെ അടുത്ത് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും? എനിക്ക് ഇവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റില്ല എന്ന് ഇവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ മുമ്പിൽ വെച്ചേ പറഞ്ഞു. അതിനുശേഷം ഇവിടുന്ന് പ്രാർത്ഥന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. നെക്സ്റ്റ് ഡേ ഞാൻ കോയമ്പത്തൂർക്ക് പോയി. 2 ആഴ്ച എനിക്ക് പീരീഡ്സ് പെയിൻ ആയിരുന്നു. 2 ആഴ്ച എനിക്ക് നിവരാൻ പറ്റാത്ത രീതിക്കുള്ള പെയിനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അമ്മേനെ വിളിച്ചു. ഡെയിലി അമ്മയടുത്ത് പറയും, പക്ഷേ അമ്മ എനിക്കതൊന്നും പറയാറുണ്ടായില്ല. ഒരു ദിവസം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ വേദന എങ്ങനെയെങ്കിലും പോകണം. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിനോട് സോറി പറ, നീ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. നീ മാതാവിനോട് സോറി പറഞ്ഞാൽ മതി, മാതാവ് അത് ശരിയാക്കുമെന്ന് പറഞ്ഞു. ശരി, ഞാനപ്പോൾ അമ്മയുടെ കോളിൽ നിന്നേ ഞാൻ പറഞ്ഞു, അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു സോറി മാതാവേ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന് ഞാൻ ഏറ്റു പറഞ്ഞ് നെക്സ്റ്റ് ഡേ എനിക്ക് പീരീഡ്സ് വന്നു. നോർമലായിരുന്നു. അതിനുശേഷം പത്രം കൊടുക്കാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കെട്ട് പത്രം, തമിഴ് പത്രം വാങ്ങിയിട്ടാണ് പോയത്. തമിഴ് പത്രം അവിടെ ചെന്ന് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആൾക്കാരുണ്ട്, പക്ഷെ അവരെങ്ങനെ വാങ്ങും ഒന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് അവരുടെ അടുത്ത് എന്ത് പറയും, ഇതിനകത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് പത്രം കൊണ്ട് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു കയ്യിൽ എന്താ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആലപ്പുഴയിൽ കൃപാസനം എന്നാണ് പേര്, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥന സഹായങ്ങൾ ഇവിടെ വന്ന് നടന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എൻ്റെ നിന്ന് വാങ്ങിച്ചു. ആ ചേച്ചിയുടെ പുറകെ ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ പുറകെ വന്നിട്ട് ആ പത്രം ഞങ്ങൾക്കും തരുമെന്ന് ചോദിച്ച് വാങ്ങിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി ഇതിന് നാണക്കേടൊന്നും വേണ്ട. ഞാൻ വിശ്വാസപ്രമാണം മാത്രം ചൊല്ലിയുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് വേറെ ഒരു അനുഭവവും ഇല്ല. എൻ്റെ പീരീഡ്സ് മാത്രം. അത് എങ്ങനെയാണെന്നറിയില്ല, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനുശേഷം പിന്നെ ഞാനിവിടെ ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ നേരത്തെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല വന്നത്. കുമ്പസാരിക്കണം ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് ഓരോരോ വഴികളായിട്ട് കറക്റ്റായി എന്നെ കൊണ്ടുപോയി. ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. അപ്പോൾ ഞാൻ തലേ ദിവസം വീട്ടിൽ എനിക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു. ഞാനപ്പോൾ അമ്മയായിട്ട് അടിയുണ്ടാക്കിയാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് എടുക്കണോ വേണ്ടയോ ഒന്നും അറിയില്ല. ഞാൻ എഫേർട്ട് ഇടുന്നത് വേസ്റ്റ് ആവുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നേ. അമ്മ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആളെൻ്റെ അടുത്ത് പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് അമ്മ പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ അമ്മക്ക് വിളിച്ചു. പക്ഷെ അമ്മ എടുത്തില്ല ഫോണ്. അപ്പോൾ ശരി, എന്നാൽ ഇന്ന് എടുക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിക്ക് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ മഴ സീസണൊന്നും അല്ലായിരുന്നു, പക്ഷെ നല്ല മഴ, റോഡ് കാണാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കയ്യിൽ കുടയില്ല. ശരി, ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള രീതിക്ക് ഞങ്ങൾ നിന്നു. അപ്പോൾ അമ്മ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഉടമ്പടി എടുത്തോ, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇവിടെ വന്ന് ടോക്കണെല്ലാം എടുത്ത് നോക്കിയപ്പോൾ കുമ്പസാരക്കൂട് ഇവിടെ തുറക്കില്ല, ഇവിടെ കുമ്പസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ കുമ്പസാരക്കൂട് തുറന്നിട്ടുണ്ട്, അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ കുമ്പസാരിച്ചു ഒരുങ്ങി 2 മണിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്നപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഡെയിലി പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല,
ഡെയിലി പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം. കുമ്പസാരവും ഞായറാഴ്ച പള്ളി പോക്കലും മാത്രം നടക്കുകയുള്ളൂ. വേറെ ഒക്കെ എനിക്ക് ഓൺലൈനിലായിട്ട് പറ്റുള്ളൂ. എനിക്കിത് എടുക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു സൂചന നീ തരണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരി കത്തുന്ന സ്മെല്ലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ താഴെ തിരി കത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ലായിരിക്കും എന്ന് ഓർത്ത് ഞാനത് വിട്ടു. അതിനുശേഷം ഞാൻ ഇറങ്ങാൻ നിർത്തി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനെ പിടിക്കാനുള്ളൊരു യോഗ്യത എനിക്ക് തരണേ. ഞാൻ ഇത്രയും പറഞ്ഞു, എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് ഞാൻ പ്രിപ്പയർഡ് അല്ലാതെയാണ് ഇവിടെ വന്നത്. തലേ ദിവസം വരെ വീട്ടിൽ അടിയുണ്ടാക്കി വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് യോഗ്യതയുണ്ടോയെന്ന് അറിയില്ല. സോ നീ മാതാവിനെ എനിക്ക് പിടിക്കാൻ തന്നാൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യും, ഞാനിത് ചെയ്യാനുള്ള എനിക്ക് യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ശരി, ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ബാച്ചായിരുന്നു. അതിലൊരു 30-40 പേരോളം ഉണ്ടാവും. അപ്പോൾ അത് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുമിച്ച് ഒരു ടീമായിട്ടാണ് ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഉറപ്പായി എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടില്ല. ഇത്രയും പേരുടെ ഇടയിൽ ഞാൻ ഒരാൾ മാതാവിനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ സിസ്റ്റർ എല്ലാവരുടെ ചോദിച്ചു പഠിക്കുന്ന പിള്ളേർ ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ 2-3 പേര് കൈവക്കി. സിസ്റ്റർ വീണ്ടും ചോദിക്കുന്നു പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനപ്പോൾ പഠിക്കുവാണ്. പക്ഷേ എൻ്റെ മൈൻഡിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ആയിരിക്കും ചോദിക്കുന്നത്, ഞാൻ കോളേജല്ലേ എന്നെ ആയിരിക്കത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ സിസ്റ്റർ ചോദിച്ചപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് എടുത്തു ചോദിച്ചു, നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു പഠിക്കുന്നത് തന്നെ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ശരി, ടോക്കൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് എടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനെടുത്ത് കൈ പിടിച്ചത് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് സിസ്റ്റർ എല്ലാവരെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സിസ്റ്റർ ചോദിച്ചു മാതാവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞാൻ ആരും നോക്കുന്നില്ല. എൻ്റെ കയ്യിൽ എന്താ ഇരിക്കണേ, എന്താണത്, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് പിടിച്ചിട്ട് നിന്നപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് മാതാവായിരുന്നു. അപ്പോഴേ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ എടുക്കാൻ യോഗ്യതയാണോ എന്ന് ചോദിച്ചതിന് എനിക്കിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സിമ്പിൾ അതായിരുന്നു. ഞാൻ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മാതാവിനെ തന്നു. മാതാവിനെ പിടിച്ച് ഞാനിവിടെ വന്നു. ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് ബസ് കയറി പോകാൻ നേരത്തെ എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ആ ചേച്ചി വന്നിട്ട് എന്നെ ഭയങ്കര ഭയങ്കര പരിചയമുള്ള മാതിരി ആ ചേച്ചി എന്നെ കണ്ട് ആസ്വദിക്കുന്ന മാതിരി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച ഇതെന്താ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുമാതിരി വ്യത്യസ്തമായി തോന്നി. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ നോക്കുന്ന എന്താണെന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു കൃപാസനം വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ കൃപാസനം വന്നാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മളും ചോദിക്കണമല്ലോ എന്നുള്ള രീതിക്ക് ഞാനും ആളുടെ അടുത്ത് ചോദിച്ചു എവിടെ വന്നാന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ആലപ്പുഴയിൽ എന്തോ അഡ്മിഷന് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ അതോടെ വിട്ടു. അതിനുശേഷം ഞാൻ എന്തോ ഇങ്ങനെ ഉറങ്ങി വീണപ്പോൾ ആളെൻ്റെ കവിളത്ത് ഇങ്ങനെ പിടിച്ചു, തല ഇടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ കൈ പെട്ടെന്ന് തട്ടിമാറ്റി. അത് കഴിഞ്ഞ് ആൾ ചിരിക്കുക തന്നെ ചെയ്യുന്നത്. ആളെൻ്റെ അടുത്ത് ചൂടാവുക വേറെ രീതിക്കൊന്നും നോക്കല്ല, ചിരിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കഴിഞ്ഞപ്പോഴേക്കും ആൾ പിന്നെ എൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തു. മാതാവ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു മാതാവ് എനിക്ക് മനസ്സിലായില്ല, മാതാവ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു മാതാവായിരുന്നില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായി മാതാവിനെ പിടിച്ചതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ മാതാവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആളിതൊക്കെ ചോദിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് കയറിയതാന്ന് പറഞ്ഞു, ഞാനിവിടെ കൃപാസനത്തിൽ നിന്ന് കയറിയതാണ്, ഞാനിവിടെ ഉടമ്പടി എടുത്ത കാര്യം ആൾക്കറിയില്ല, ഞാൻ മാതാവിനെ പിടിച്ച ആൾക്കറിയില്ല. പക്ഷെ ആളെൻ്റെ അടുത്ത് ചോദിച്ചത് നീ മാതാവായിരുന്നല്ലേ എന്നാണ്. അതിലെനിക്ക് എന്തോ ഒരു അപാധ തോന്നി. ഞാൻ വിട്ടു. എനിക്കപ്പോൾ അറിയില്ല, മറ്റതൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെയാണ് ഇവിടെ വരാറ്. അന്നൊരു ദിവസം മാത്രമാണ് അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു അമ്മേനെ എന്താ നീ കൊണ്ടുവരാഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മക്ക് ലീവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലീവ് ഇല്ലെങ്കിലും മാതാവിന് വേണ്ടി വരാൻ പറ്റില്ലേ എന്ന് വെച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ചിരിച്ച് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ആളെൻ്റെ അടുത്ത് ഇത്രയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അമ്മയുടെ വല്ല കൂട്ടുകാരിമാരായിരിക്കും എന്നുള്ള രീതിക്ക് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു അമ്മേനെ അറിയുമോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആലുവ, എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആലുവയിൽ എവിടെയാണെന്ന് ചോദിച്ചു, അതും പറഞ്ഞു. പക്ഷേ ദൂരമുണ്ട്, ഞങ്ങളുടെ അടുത്തൊന്നും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനെല്ലാം വിട്ടു. ഞാൻ വേറൊന്നും ആളുടെ അടുത്ത് ചോദിക്കുന്നില്ല, ആളുടെ പേരെന്താണെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആളുടെ കൂടെ ആരുണ്ടെന്ന് വെച്ചപ്പോൾ ആൾ അമ്മയുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് കൈ ചൂണ്ടി കാണിച്ച്
വേറൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, ഞാൻ വീട്ടിൽ വന്നിങ്ങനെ അമ്മയടുത്ത് പറഞ്ഞപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് പറയുന്നത് മാതാവ് സഞ്ചരിക്കും, കൂടെ സഞ്ചരിക്കും, ഉടമ്പടി എടുത്തവരുടെ കൂടെ അമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്. കാരണം ഒരു ചിരിച്ച ഫേസ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു മുഖം അത് അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാതാവിനെ ഞാൻ എടുത്ത കാര്യം ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാൾക്ക് അത് എങ്ങനെ അറിയാം എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയി, തിരിച്ച് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് എത്തിക്കാൻ റൂമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയമാകുമ്പോൾ പുറത്ത് ടേബിളിരുന്ന പഠിക്കാറ്. അപ്പോൾ ഇതെൻ്റെ ജൂനിയേഴ്സിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ പഠിക്കാറ്. ഞാനും വേറൊരു കുട്ടിയും കൂടി ഉണ്ടാവും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവരായിട്ട് കമ്പനിയായി. പിന്നെ ഇവർ റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവരുടെ അടുത്ത് ചോദിച്ചു, ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ചേച്ചി ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവരുടെ റൂമിൽ ഒരു 6 പേരുണ്ട്, ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾ 8 പേരും ചേർന്ന് പ്രാർത്ഥന തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവർക്കും കുറച്ച് ഉഴപ്പലൊക്കെ ആയിരുന്നു, പ്രാർത്ഥിക്കാൻ വരത്തില്ല, ഫോൺ വരും, അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങുന്നിട്ട് അമ്മ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കുമ്പോൾ തിരിയിനകത്ത് രൂപമൊക്കെ വരും, എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കും. അപ്പം ഞാൻ ആലോചിക്കും ഞങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു, പക്ഷേ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയടുത്ത് പറയും ഇവിടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടാവില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അത്ര പോരായിരിക്കും, അതുകൊണ്ടായിരിക്കും മാതാവ് ഞങ്ങൾക്ക് വരാത്തതെന്ന്. പക്ഷെ ഞങ്ങൾ കുറച്ച് നാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പയ്യെ തിരുഹൃദയം വരാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം മാതാവിൻ്റെ രൂപം, എല്ലാ ദിവസവും ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് പെട്ടെന്നൊരു പ്രാർത്ഥനയുടെ ഇടയിൽ സിയ അവൾ പെട്ടെന്ന് തല ഒരുമാതിരി ഒന്നും മിണ്ടാതെ സ്ലീപ്പ് പാരലൈസിസ് മാതിരി ആയിപ്പോവും. ആ എക്സ്പീരിയൻസ് അവൾ പറയും. എൻ്റെ പേര് സിയ, ഞാൻ ചേച്ചിയുടെ ജൂനിയറാണ്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഞങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിലല്ല, അന്നത്തെ ദിവസം മുട്ടുകുത്തി കണ്ണടച്ച് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ആദ്യം എനിക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മുന്നിൽ വന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ നോക്കിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം മാറി കൃപാസന മാതാവായി. അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ മാതാവ് എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു രൂപം എൻ്റെ സ്വപ്നത്തിൽ വന്നു. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ കോരിത്തരിക്കുക. ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയായിരുന്നു അത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ചേച്ചിയാണ് ഉടമ്പടി എടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ കൂടെ പ്രാർത്ഥിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് അടുത്ത ദിവസത്തെ എക്സാമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് പറഞ്ഞു തന്നു സ്വപ്നത്തെയും പ്രാർത്ഥനയിലൂടെ. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന തീരുന്ന വരെ ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു. അടുത്ത ദിവസത്തെ എക്സാമിൻ്റെ മാത്രമല്ല 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ 4 സബ്ജക്റ്റിനും ഒരു 10 ക്വസ്റ്റ്യനേലും മിനിമം മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു പകുതി മുക്കാലും ഞങ്ങളുടെ എക്സാമിന് വന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കാലിലൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പഴുത്ത് എനിക്ക് നടക്കാൻ പോലും പറ്റൂലായിരുന്നു. അതുപോലെ പഴുപ്പും ചോരയൊക്കെ വരുമായിരുന്നു എൻ്റെ ദേഹത്തൊക്കെ, വേറെ കയ്യിലും കാലിലും ഒക്കെ വരുമായിരുന്നു. ഞാനപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കത് വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ അമ്മയ്ക്ക് കുറേ നാളായിട്ട് നടുവേദനയാണ്, ഭയങ്കര നടുവേദനയാണ്, MRI ഒക്കെ എടുത്ത് നോക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഇതുപോലെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളിൽ തേൻ കൊണ്ട് കൊടുത്ത് അത് കഴിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു ധ്യാനം കൂടിയ സമയത്ത് അച്ഛനിങ്ങനെ പറയുണ്ടായി, നടുവേദനയുള്ള ഒരു മകളെ മാതാവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അവൻ്റെ അമ്മയുടെ വേദന പയ്യെ കുറഞ്ഞു വന്നു. ഇതുപോലെ തന്നെ മിനിയാന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റായിരുന്നു. നല്ല മഴയും
എല്ലാം ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. ഞാൻ അമ്മ മാതാവിൻ്റെ ഉപ്പ് ആ ഗ്രൗണ്ടിലും ഞാൻ കാറിലും ഇതുപോലെ തന്നെ 2 വീലറും ഒക്കെ ടെസ്റ്റിന് പോയപ്പോഴും ആ അമ്മ മാതാവിൻ്റെ ഉപ്പ് അവിടെ വെതറിയിട്ടാണ് ഞാൻ ടെസ്റ്റ് തുടങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അച്ഛൻ പറയണ പോലെ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാത്രമാണ് ഈ 9-ാം തീയതി എൻ്റെ ടെസ്റ്റിന് ഞാൻ പാസ്സായത്. അതുപോലെ തന്നെ കുറേ എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലും എല്ലാവർക്കും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. ഈ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മാതാവുമായിട്ട് എനിക്ക് കൂടുതൽ രമ്യതപ്പെടുവാനും കൂടുതലും ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുവാനും സാധിക്കും. അതുപോലെ തന്നെ അമ്മയായിട്ട് എനിക്ക് കൂടുതൽ ഐക്യത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, ഈ അമ്മ ഭയങ്കര ശക്തിയുള്ള അമ്മയാണ്. അമ്മയെക്കൊണ്ട് നമ്മൾ പറ്റില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യവും ഈ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ മാതാവ് നേടിത്തരും. അതിലെ അനുഭവസ്ഥയാണ് ഞാൻ. ഉടമ്പടി എടുക്കാത്ത എനിക്ക് തന്ന അനുഭവങ്ങൾ ഇത്രയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണേലും പ്രാർത്ഥിച്ചാൽ കിട്ടും. അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി. ഞങ്ങൾ ഇതേപോലെ തന്നെ എക്സാമിന് ഡെയിലി പഠിക്കും. ഞങ്ങൾ പഠിച്ചാലും എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, തലവേദന, ഉറക്കക്ഷീണം, ഇതൊക്കെ കാരണം ആരെങ്കിലും എന്തെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെ മുടങ്ങും. ഇവർ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും വേറെ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ തനിയാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ ഞങ്ങളൊരു ടൈം വെച്ചിട്ട് പ്രാർത്ഥന എത്തിക്കും. 7 മണി 7:30 എന്നുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ എല്ലാ പണിയും തീർത്ത്, പഠിപ്പാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിരിക്കും. പ്രാർത്ഥന, ഒരു സാക്ഷ്യം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആയിരിക്കും എക്സാം. അത് നോക്കുന്നില്ല ഞങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മതി എന്നുള്ള രീതിക്ക് ഞങ്ങളുടെ പാതി എഫേർട്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വരുമോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനി ചിലപ്പോൾ ഇനിയും കവർ ചെയ്യാനുണ്ടാവും, അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഈ ഒരു പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും അലാറം വെച്ച് ഒരുമിച്ച് വന്നിരുന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം പോലും ഒരാൾ ഒറ്റയ്ക്ക് എന്നുള്ള രീതിക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. ആദ്യം മാത്രം കുറച്ച് മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഒരുമിച്ചായിരുന്നു എല്ലാം. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പാസ്സായി. ഞങ്ങൾ നല്ല മാർക്കോടെ തന്നെ പാസ്സായി. 3 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റിന് ഡിസ്റ്റിങ്ഷനും 1 സബ്ജക്റ്റിന് പാസ്സായി ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഇവർ തനിയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കും ഒക്കെ ഞാൻ ഇവർക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. ഞാനില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വിടരുത്, ഞാൻ ഒരാൾ കാരണം തുടങ്ങിയത് നിങ്ങൾ നിർത്തരുതെന്ന്. ഞങ്ങൾ ഡെയിലി സാക്ഷ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ അതായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കാണുമ്പോഴാണ് ഇവിടെ വന്ന് ഇതേപോലെ തെലുങ്കാനയിൽ കുറച്ച് സ്റ്റുഡൻസ്, നഴ്സിംഗ് സ്റ്റുഡൻസ്, ഒരു 7-8 പേരോളം ഇതേപോലെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് ഞങ്ങൾ 2 ബാച്ചുകാരും പാസ് ഔട്ട് ചെയ്ത് ഇവിടെ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയുമെന്ന്. ആ ഒരു ഇതിന് ശേഷം പിന്നെ ഞങ്ങളിപ്പോഴാണ് ഈ ഒരു ഫെബ്രുവരിയിലാണ് പാസ് ഔട്ടായി വന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. അതേപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അപ്പോൾ ഉള്ളത് പോക്കറ്റ് മണി മാത്രമാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെറിയ രീതിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ എല്ലാവരും മടിയുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. വീട്ടിലോ കുർബാനയ്ക്കോ ഒന്നും പങ്കെടുക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ഇതിന് ശേഷം എല്ലാ ദിവസവും കുർബാന ഡെയിലി ഓൺലൈനിൽ കാണും. അതേമാതിരി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടാലും ഞങ്ങൾ രാവിലെ ഒരുമിച്ച് മുട്ടൂത്തിന്ന് പ്രാർത്ഥിക്കും. രാത്രി എല്ലാം ഒരേ സമയത്തിരുന്ന് പ്രാർത്ഥന എത്തിക്കും. സാക്ഷ്യം കാണും. ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ചൊവ്വാഴ്ച എക്സാം ആണെങ്കിൽ കൂടെ ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലത്തെ എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവർക്ക് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് രാവിലെ എക്സാം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഈവനിങ് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ധ്യാനം കാണുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആലോചിക്കും, പഠിക്കാനുള്ള സമയമാണ് പോകുന്നത്, അടുത്ത ദിവസം എക്സാമാണ്, ലാസ്റ്റ് ടൈമിലുള്ള കവറപ്പാണ്, ഇതൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ ധ്യാനം കണ്ടിട്ട് അതിനകത്തുനിന്ന് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കത് ബെനിഫിറ്റ് ആയിരിക്കും. ഞങ്ങൾ എന്തായാലും അതിനകത്ത് എന്തെങ്കിലും ഞങ്ങൾക്കുള്ളത് ഉണ്ടാവും അച്ഛൻ്റെ കയ്യിലെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ എന്നും നോക്കിയിരുന്ന് കാണുന്നത്. അതേപോലെ തന്നെ ഡെയിലി ബ്രെഡിനകത്തും എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്കുള്ളത് ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ആദ്യമൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഡെയിലി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് മാതാവ് അതിനകത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ
ഞാൻ ഒരാൾ കാരണം ഇത്രയും പേര് വന്ന്, അപ്പം എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിനി തിരിച്ചു പോവുമോ, ഞാനില്ലാത്തതുകൊണ്ട് പോകുമെന്നായിരുന്നു. പക്ഷെ ഇവർ പോയില്ല, അവരിതുവരെ കണ്ടിന്യൂ ചെയ്ത്, ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്ത് ഇവർ രണ്ടുപേരും വന്ന് ഇപ്പോൾ ഉടമ്പടി ഇന്ന് എടുത്തു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ വേണ്ടി ഭക്ഷണം വാങ്ങിക്കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്ക്. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ജോലി കയറിയിട്ട് ഒരു 1 ഇയറായി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് സാലറി കിട്ടി തുടങ്ങിയത്. ആ ഒരു സമയത്ത് എല്ലാ മാസവും ഞാൻ കോയമ്പത്തൂർ ഞങ്ങളുടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ച് പണി നടക്കുവാണ്. അതിനുള്ള ഒരു ചെറിയ എമൗണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ഒരു എമൗണ്ട് ഞാൻ എല്ലാം വന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ആത്മീയമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പള്ളി പോവൽ, കുർബാന, കുമ്പസാരം എല്ലാത്തിലേക്കും കയറി വന്നു. പണ്ടൊക്കെ ഭയങ്കര മടിയാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ വന്നാൽ കൂടെ പ്രാർത്ഥന എത്തിക്കാനാണെങ്കിലും ആരെങ്കിലും ഒരാൾ മടിഞ്ഞാലും പിടിച്ചു നിർത്തും. പാട്ട് പാടി ആസ്വദിച്ചാണ് ഞങ്ങൾ കൊന്ത ചൊല്ലുന്നത്. കൊന്ത ചൊല്ലി അത് കഴിഞ്ഞതിന് ശേഷം സുവിശേഷം വായിച്ച് 2 പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളൊരു കഥ പറഞ്ഞ് കേട്ടിരിക്കുന്ന മാതിരിയാണ് ഞങ്ങൾ കൊന്ത ചൊല്ലി തീർത്തുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ആത്മീയമായിട്ടുള്ള വളർച്ച. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് അലർജി ഉണ്ടായിരുന്നു, ഡസ്റ്റ്, അങ്ങനെ മൂക്കിലെ ദശ വളരുന്ന മാതിരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ സർജറി ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അനിയത്തി ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് സർജറിയും കാര്യങ്ങളൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോയില്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രായം കഴിയുമ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടി ആവും, കാരണം ആ ചേച്ചിക്ക് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്കും അങ്ങനെ വരും, അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊന്നും അധികം അടുപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എനിക്കിപ്പോൾ തുമ്മലില്ല, ജലദോഷമില്ല, ഒരു അസുഖവും ഇല്ല. അതെല്ലാത്തിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിച്ചു കൊണ്ടുവന്നു ഇവിടം വരെ. ഇപ്പോഴും മാതാവിൻ്റെ മക്കളായിട്ട് തന്നെ ഞങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തിരക്കേറിയ ജീവിതമാണെങ്കിൽ കൂടെ ഇച്ചിരി നേരം മാതാവിൻ്റെ അടുത്ത് വരാനാണെങ്കിൽ കൂടെ ഒരു 2 ദിവസം ഞാൻ അവിടെ നിന്ന് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം ഞാൻ കൃപാസനത്തിലായിരിക്കും വരുന്നത്. ഉടമ്പടി എടുക്കാനോ ഒന്നുമല്ല, ചുമ്മാ ഇവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും, മാതാവിനോട് സംസാരിക്കും, കുറച്ചു നേരം കരയും. എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നങ്ങ് കരഞ്ഞ് തീർത്ത് ഒരു റിലീഫായിട്ട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത്. ഇത്രയും നന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഇനിയും ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെയും എൻ്റെ കൂട്ടുകാരെയും ഇതേപോലെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു.